എല്ലാ കൂട്ടുകാർക്കും സ്മാർട്ട് ക്ലാസ് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSC എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സീരീസാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഭൗതിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ശബ്ദ തരംഗങ്ങളെ പറ്റിയുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രയോജനകരമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനമാണ് അക്കോസ്റ്റിക്സ്. എന്താണ്? ശബ്ദത്തെക്കുറിച്ചുള്ള പഠനമാണ് അക്കോസ്റ്റിക്സ്. മനുഷ്യൻ്റെ ശ്രവണ പരിധി 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ്. മനുഷ്യൻ്റെ ശ്രവണ പരിധി 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ്. ഇവിടെ രണ്ട് രീതിയിൽ നമുക്ക് ആൻസർ വരാം. ഒന്നുകിൽ 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ, അല്ലെങ്കിൽ 20 ഹെർട്സ് മുതൽ 20 കിലോ ഹെർട്സ് വരെ എന്നും ആൻസർ വരാം. അത് നമ്മൾ സൂക്ഷിച്ച് നോക്കി വേണം ആൻസർ ചെയ്യാൻ. ഒന്നുകിൽ എങ്ങനെ വരാം? ഒന്നുകിൽ 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ, അല്ലെങ്കിൽ എങ്ങനെ വരാം? 20 ഹെർട്സ് മുതൽ 20 കിലോ ഹെർട്സ് വരെ. അങ്ങനെ രണ്ട് രീതിയിൽ ഓപ്ഷൻ കൊടുക്കാറുണ്ട്. ശബ്ദത്തിന് സാധാരണ താപനിലയിൽ വായുവിലുള്ള വേഗത 340 മീറ്റർ പെർ സെക്കൻഡ് ആണ്. എന്താണ്? ശബ്ദത്തിന് സാധാരണ താപനിലയിൽ വായുവിലുള്ള വേഗത 340 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ശബ്ദമുണ്ടാകാൻ കാരണം കമ്പനമാണ്. ശബ്ദമുണ്ടാകാൻ കാരണം കമ്പനമാണ്. ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണമാണ് ആവൃത്തി. അപ്പോൾ എന്താണ് ആവൃത്തി? എന്താണ് ആവൃത്തി? ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ ആകെ എണ്ണമാണ് ആവൃത്തി. എന്താണ് ആവൃത്തി? ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണമാണ് ആവൃത്തി. ശബ്ദം ഏതു തരം തരംഗമാണ്? അനുദൈർഘ്യ തരംഗം. എന്താണ്? അനുദൈർഘ്യ തരംഗമാണ് ശബ്ദം, അല്ലെങ്കിൽ ലോങ്ജിറ്റ്യൂഡിനൽ വേവ്സ്. ശബ്ദം ഏത് തരം തരംഗമാണ്? അനുദൈർഘ്യ തരംഗം. ശബ്ദത്തിന് ഏറ്റവും വേഗതയുള്ള മാധ്യമം ഖരമാധ്യമമാണ്. ശബ്ദത്തിന് ഏറ്റവും വേഗതയുള്ള മാധ്യമം ഏതാണ്? അത് ഖരം മാധ്യമമാണ്. ശബ്ദത്തിന് ഏറ്റവും വേഗത കുറഞ്ഞ മാധ്യമം ശൂന്യതയാണ്. ഇതിലെ എല്ലാ ക്വസ്റ്റ്യനും പ്രീവിയസ് ആണ്. എല്ലാ ക്വസ്റ്റ്യനും ഒരുപാട് തവണ ആവർത്തിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഒരെണ്ണം പോലും വിട്ടുകളയാനില്ല. എല്ലാം പ്രീവിയസ് ആണ്. അപ്പോൾ ശബ്ദത്തിന് ഏറ്റവും വേഗത കൂടിയ മാധ്യമം ഏതാണ്? അത് ഖരമാണ്. എങ്കിൽ ശബ്ദത്തിന് ഏറ്റവും വേഗത കുറഞ്ഞ മാധ്യമം ഏതാണ്? അത് ശൂന്യതയിലാണ്. ശബ്ദത്തിന് സ്റ്റീലിലുള്ള വേഗത 5000 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ശബ്ദത്തിന് സ്റ്റീലിലുള്ള വേഗത, അല്ലെങ്കിൽ ശബ്ദം സ്റ്റീലിൽ സഞ്ചരിക്കുന്ന വേഗത എത്രയാണ്? 5000 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ശബ്ദത്തിന് ജലത്തിലുള്ള വേഗത 1453 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ശബ്ദത്തിന് ജലത്തിലുള്ള വേഗത 1453 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇവിടെ തന്നെ നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ അറിയാം എവിടെയാണ് കൂടുതൽ വരുന്നതെന്ന് അറിയാം അല്ലേ? സ്റ്റീലിലാണ് കൂടുതൽ വേഗത. സ്റ്റീൽ ഒരു ഖരപദാർത്ഥമാണ്. സ്റ്റീലിലാണ് വേഗത കൂടുതൽ. പിന്നെ ജലം എന്ന് പറയുന്നത് ഒരു ദ്രാവക പദാർത്ഥമാണ് അല്ലേ? അപ്പോൾ ജലത്തില് ശബ്ദത്തിന്റെ വേഗത ഖരത്തെ അപേക്ഷിച്ച് കുറവാണ്. ശബ്ദത്തിന്റെ ഉച്ചതയുടെ യൂണിറ്റ് ഡെസിബൽ. ശബ്ദത്തിന്റെ ഉച്ചതയുടെ യൂണിറ്റ് ഡെസിബൽ. ഇതൊക്കെ 100 കണക്കിന് പ്രാവശ്യം ആവർത്തിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ശബ്ദത്തിന്റെ ഉച്ചതയുടെ യൂണിറ്റ് ആണ് ഡെസിബൽ. സിമ്പൽ എങ്ങനെയാണ്? dB. dB എന്നാണ് സിമ്പൽ. ശബ്ദ മലിനീകരണം അളക്കുന്ന യൂണിറ്റ് ആണ് ഡെസിബൽ. ശബ്ദ മലിനീകരണം അളക്കുന്ന യൂണിറ്റും ഏത് തന്നെയാണ്? ഡെസിബൽ തന്നെയാണ്. ശബ്ദത്തിന്റെ യൂണിറ്റും ഏത് തന്നെയാണ്? ഡെസിബൽ തന്നെയാണ്. പാർപ്പിട മേഖലയിൽ അനുവദനീയമായ ശബ്ദപരിധി പകൽ സമയത്ത് 50 ഡെസിബലും രാത്രി സമയത്ത് 40 ഡെസിബലുമാണ്. എന്താണ്? പാർപ്പിട മേഖലയിൽ അല്ലെങ്കിൽ ആൾതാമസമുള്ള മേഖലയിൽ അനുവദനീയമായ ശബ്ദപരിധി എന്ന് പറയുന്നത് പകൽ സമയത്ത് 50 ഡെസിബലും രാത്രി സമയത്ത് 40 ഡെസിബലുമാണ്. ശബ്ദത്തിന്റെ തീവ്രത അളക്കുന്ന ഉപകരണമാണ് ഓഡിയോമീറ്റർ. എന്താണ്? ശബ്ദത്തിന്റെ തീവ്രത. ശബ്ദത്തിന്റെ തീവ്രത അളക്കുന്ന ഉപകരണമാണ് ഓഡിയോമീറ്റർ. ശബ്ദത്തിന്റെ ആവൃത്തിയുടെ യൂണിറ്റ് ആണ് ഹെർട്സ്. അപ്പോൾ ശബ്ദത്തിന്റെ ആവൃത്തി
ആവൃത്തിയുടെ യൂണിറ്റ് ആണ് ഹെർട്സ്. ആവൃത്തി ശബ്ദത്തിന്റെ ഏതു സവിശേഷതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കൂർമത അല്ലെങ്കിൽ പിച്ച്. അന്നേരം ആവൃത്തി ശബ്ദത്തിന്റെ ഏതു സവിശേഷതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? കൂർമത അല്ലെങ്കിൽ പിച്ച്. മനുഷ്യനിൽ ശബ്ദമുണ്ടാകുന്നതിന് കാരണമായ ഭാഗം സ്വനതന്തുക്കളാണ് അല്ലെങ്കിൽ ലാരിങ്സ്. എന്താണ്? മനുഷ്യനിൽ ശബ്ദമുണ്ടാകുന്നതിന് കാരണം സ്വനതന്തുക്കൾ. മനുഷ്യനിൽ ശബ്ദമുണ്ടാകുന്നതിന് കാരണമായ ശരീരഭാഗമാണ് എന്ത്? സ്വനതന്തുക്കൾ അല്ലെങ്കിൽ ലാരിങ്സ്. നാം കേൾക്കുന്ന ശബ്ദം ചെവിയിൽ തന്നെ തങ്ങി നിൽക്കുന്ന പ്രതിഭാസത്തെ എന്താണ് പറയുന്നത്? ശ്രവണ സ്ഥിരത. നാം കേൾക്കുന്ന ശബ്ദം ചെവിയിൽ തന്നെ തങ്ങി നിൽക്കുന്ന പ്രതിഭാസത്തെ പറയുന്ന പേരാണ് ശ്രവണ സ്ഥിരത. മനുഷ്യന്റെ ശ്രവണ സ്ഥിരത ഇനി എത്രയാണ്? 10 സെക്കൻഡ് ആണ്. മനുഷ്യന്റെ ശ്രവണ സ്ഥിരത 10 സെക്കൻഡ് ആണ്. അതായത് നമ്മൾ കേൾക്കുന്ന ഒരു കാര്യം 10 സെക്കൻഡ് നമ്മുടെ ചെവിയിൽ തങ്ങി നിൽക്കും. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ശ്രവണ സ്ഥിരത എന്ന് പറയുന്നത്. ഡോപ്ലർ എഫക്റ്റ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ശബ്ദം. എന്താണ്? ഡോപ്ലർ എഫക്റ്റ്. ഡോപ്ലർ എഫക്റ്റ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എന്താണ്? ശബ്ദമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രതിധ്വനി ഉണ്ടാകാൻ ആവശ്യമായ ദൂരപരിധി 17 മീറ്റർ ആണ്. പ്രതിധ്വനി ഉണ്ടാകാൻ ആവശ്യമായ ദൂരപരിധി 17 മീറ്റർ ആണ്. ശബ്ദം വിവിധ വസ്തുക്കളിൽ തട്ടി ആവർത്തിച്ചുണ്ടാകുന്ന പ്രതിഫലനമാണ് അനുരണനം. എന്താണ്? ശബ്ദം വിവിധ വസ്തുക്കളിൽ തട്ടി ആവർത്തിച്ചുണ്ടാകുന്ന പ്രതിഫലനമാണ് അനുരണനം. ചാട്ടവാർ വായുവിൽ ചുഴറ്റിയാൽ ഉണ്ടാകുന്ന ശബ്ദത്തിന് കാരണമാണ് സോണിക് ബൂം. ചാട്ടവാർ വായുവിൽ ചുഴറ്റിയാൽ ഉണ്ടാകുന്ന ശബ്ദത്തിന് കാരണം എന്താണ്? സോണിക് ബൂം. ശബ്ദത്തിന്റെ പകുതി വേഗത്തെ സൂചിപ്പിക്കുന്നത് സബ്സോണിക് എന്നാണ്. ശബ്ദത്തിന്റെ പകുതി വേഗത്തെ സൂചിപ്പിക്കുന്നത് എങ്ങനെയാണ്? സബ്സോണിക്. അപ്പോൾ ശബ്ദത്തിന്റെ പകുതി വേഗത്തെ സബ്സോണിക് എന്നാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ ശബ്ദത്തിന്റെ ഇരട്ടി വേഗത്തെ, 2 ഇരട്ടി വേഗത്തെ, ശബ്ദത്തിന്റെ 2 ഇരട്ടി വേഗത്തെ സൂചിപ്പിക്കുന്നത് എങ്ങനെയാണ്? സൂപ്പർസോണിക്. ശബ്ദത്തിന്റെ പകുതി വേഗത്തെ നമ്മൾ സബ്സോണിക് എന്ന് പറയും. ശബ്ദത്തിന്റെ 2 ഇരട്ടി വേഗത്തെ എങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്? സൂപ്പർസോണിക്. ശബ്ദത്തിന്റെ 5 ഇരട്ടി വേഗത്തെ സൂചിപ്പിക്കുന്നതാണ് ഹൈപ്പർസോണിക്. ശബ്ദത്തിന്റെ 5 ഇരട്ടി വേഗത്തെ സൂചിപ്പിക്കുന്നതാണ് ഹൈപ്പർസോണിക്. 20 ഹെർട്സിൽ കുറവുള്ള ശബ്ദതരംഗമാണ് ഇൻഫ്രാസോണിക്. 20 ഹെർട്സിൽ കുറവുള്ള ശബ്ദതരംഗങ്ങളെ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ഇൻഫ്രാസോണിക്. അതേപോലെ 20 കിലോ ഹെർട്സിൽ കൂടുതലുള്ള ശബ്ദതരംഗം അറിയപ്പെടുന്നത് അൾട്രാസോണിക്. 20 കിലോ ഹെർട്സിൽ കൂടുതലുള്ള ശബ്ദതരംഗം അറിയപ്പെടുന്നത് എങ്ങനെയാണ്? അൾട്രാസോണിക്. നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ? മനുഷ്യന്റെ ശ്രവണ പരിധി എന്ന് പറയുന്നത് 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണെന്ന് പറഞ്ഞു. അന്നേരം ഞാൻ പറഞ്ഞായിരുന്നു അല്ലേ? ഒന്നുകിൽ 20 ഹെർട്സ് എന്ന് വരും, 20 മുതൽ 20,000 ഹെർട്സ് എന്ന് വരും, അല്ലെങ്കിൽ 20 ഹെർട്സിനും 20 കിലോ ഹെർട്സിനും ഇടയിലുള്ള ശബ്ദം എന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ ഇവിടെ എങ്ങനെയാണ് വന്നിരിക്കുന്നത്? ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കൂ. 20 ഹെർട്സിൽ കുറവുള്ള ശബ്ദതരംഗത്തെ എന്താണ് പറയുന്നത്? ഇൻഫ്രാസോണിക് എന്നും 20 കിലോ ഹെർട്സിൽ കൂടുതലുള്ള ശബ്ദതരംഗത്തെ എന്താണ് പറയുന്നത്? അൾട്രാസോണിക് സൗണ്ട് എന്നും പറയുന്നു. സൂപ്പർസോണിക് വിമാനങ്ങളുടെ വേഗം രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് മാക് നമ്പർ. എന്താണ്? സൂപ്പർസോണിക് വിമാനങ്ങളുടെ വേഗം രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് മാക് നമ്പർ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? സൂപ്പർസോണിക് വിമാനങ്ങളുടെ വേഗം രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് മാക് നമ്പർ. 1 മാക് എന്ന് പറയുന്നത് 340 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 1 മാക് എന്ന് പറയുന്നത് 340 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഫോട്ടോ ഫിലിം നിർമ്മിക്കാനും ആന്തരിക അവയവങ്ങളുടെ സ്കാനിങ്ങിനും ഉപയോഗിക്കുന്ന തരംഗമാണ് അൾട്രാസോണിക്. എന്താണ്? ഫോട്ടോ ഫിലിം നിർമ്മിക്കാനും ആന്തരിക അവയവങ്ങളുടെ സ്കാനിങ്ങിനും ഉപയോഗിക്കുന്ന
ശബ്ദ തരംഗമാണ് അൾട്രാസോണിക് തരംഗങ്ങൾ. ആന, തിമിംഗലം എന്നിവ ഉണ്ടാക്കുന്നതും ഭൂകമ്പം, അഗ്നിപർവ്വത സ്ഫോടനം എന്നിവ ഉണ്ടാകുമ്പോൾ പുറപ്പെടുന്നതുമായ തരംഗങ്ങളാണ് ഇൻഫ്രാസോണിക് സൗണ്ട്സ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആന, തിമിംഗലം എന്നിവ ഉണ്ടാക്കുന്നതും, അത് വലിയ ജീവികൾ അല്ലേ, ആന, തിമിംഗലം എന്നിവ ഉണ്ടാക്കുന്നതും അതേപോലെ തന്നെ ഭൂകമ്പം, അഗ്നിപർവ്വത സ്ഫോടനം എന്നിവ ഉണ്ടാകുമ്പോൾ പുറപ്പെടുന്നതുമായ തരംഗങ്ങളാണ് ഏതെന്ന് പറയുന്നത്? ഇൻഫ്രാസോണിക് തരംഗങ്ങൾ. പ്രകാശരശ്മികൾ ഉപയോഗിച്ച് ശബ്ദം സംപ്രേഷണം ചെയ്യുന്ന ഉപകരണമാണ് ഫോട്ടോഫോൺ. എന്താണ്? പ്രകാശരശ്മികൾ ഉപയോഗിച്ച് ശബ്ദം സംപ്രേഷണം ചെയ്യുന്ന ഉപകരണമാണ് ഫോട്ടോഫോൺ. ശബ്ദം ഉപയോഗിച്ച് വസ്തുക്കളുടെ സ്ഥാനം നിർണ്ണയിക്കുന്നതിനുള്ള ഉപകരണമാണ് സോണാർ. ശബ്ദം ഉപയോഗിച്ച് വസ്തുക്കളുടെ സ്ഥാനം നിർണ്ണയിക്കുന്നതിനുള്ള ഉപകരണമാണ് സോണാർ. ശബ്ദം ഉപയോഗിച്ച് സമുദ്രത്തിന്റെ ആഴം കണ്ടെത്താനും മത്സ്യക്കൂട്ടത്തെ കണ്ടെത്താനും അടിത്തട്ടിലെ ചിത്രം ലഭിക്കുന്നതിനുമെല്ലാം ഉപയോഗിക്കുന്നത് സോണാർ ആണ്. എന്താണ്? ശബ്ദം ഉപയോഗിച്ച് സമുദ്രത്തിന്റെ ആഴം കണ്ടെത്താനും മത്സ്യക്കൂട്ടത്തെ കണ്ടെത്താനും അടിത്തട്ടിലെ ചിത്രം ലഭിക്കുന്നതിനുമെല്ലാം ഉപയോഗിക്കുന്നത് ഏതാണ്? സോണാർ ആണ്. ശബ്ദത്തെ വൈദ്യുത സ്പന്ദനങ്ങളാക്കുന്നത് മൈക്രോഫോൺ. ശബ്ദത്തെ വൈദ്യുത സ്പന്ദനങ്ങളാക്കുന്നത് മൈക്രോഫോൺ ആണ്. വൈദ്യുത സ്പന്ദനങ്ങളെ ശബ്ദതരംഗങ്ങളാക്കുന്നത് ലൗഡ് സ്പീക്കർ. വൈദ്യുത സ്പന്ദനങ്ങളെ ശബ്ദതരംഗങ്ങളാക്കുന്നത് ലൗഡ് സ്പീക്കർ. നമ്മൾ ലൗഡ് സ്പീക്കറിൽ കൂടെ സൗണ്ട് കേൾക്കുന്നത് അല്ലേ? അപ്പോൾ വൈദ്യുത സ്പന്ദനങ്ങളെ ശബ്ദതരംഗങ്ങളാക്കുന്നത് ആരാണ്? ലൗഡ് സ്പീക്കർ ആണ്. ശബ്ദം അളക്കുന്ന യൂണിറ്റ് ആണ് ഡെസിബൽ. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ശബ്ദം അളക്കുന്ന യൂണിറ്റ് ആണ് ഡെസിബൽ. ചന്ദ്രനിൽ ശബ്ദം കേൾക്കാത്തതിന് കാരണം എന്താണ്? അന്തരീക്ഷവായു ഇല്ല. ചന്ദ്രനിൽ ശബ്ദം കേൾക്കാത്തതിന് കാരണം എന്താണ്? ചന്ദ്രനിൽ അന്തരീക്ഷവായു ഇല്ല. ശബ്ദത്തിന്റെ വേഗത ഏറ്റവും കുറഞ്ഞ മാധ്യമമാണ് വാതകം. നേരത്തെ നമ്മൾ ശബ്ദത്തിന്റെ വേഗത ഏറ്റവും കൂടിയ മാധ്യമം പറഞ്ഞായിരുന്നു അല്ലേ? അതേതായിരുന്നു? അത് ഖരമാധ്യമമായിരുന്നു. ഖരത്തിലൂടെയാണ് ശബ്ദം ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത്. അപ്പോൾ ശബ്ദത്തിന്റെ വേഗത ഏറ്റവും കുറഞ്ഞ മാധ്യമം ഏതാണ്? അത് വാതകമാണ്. അതേപോലെ ശൂന്യതയിൽ ശബ്ദത്തിന് വേഗത വളരെ കുറവാണ്. അതുകൊണ്ടാണ് എന്താ പറഞ്ഞത്? ചന്ദ്രനിൽ നമ്മൾക്ക് സൗണ്ട് കേൾക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? അന്തരീക്ഷമില്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ വായു ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ശൂന്യതയിൽ ശബ്ദത്തിന് വേഗത വളരെ കുറവാണ്. ആന, തിമിംഗലം എന്നിവ പുറപ്പെടുവിക്കുന്ന ശബ്ദ തരംഗമാണ് ഇൻഫ്രാസോണിക്. ആന, തിമിംഗലം എന്നിവ പുറപ്പെടുവിക്കുന്ന ശബ്ദ തരംഗമാണ് ഇൻഫ്രാസോണിക്. പാർപ്പിടങ്ങളിലെ അനുവദനീയമായ ശബ്ദപരിധി പകൽ സമയത്ത് 50 ഡെസിബലും രാത്രി സമയങ്ങളിൽ 40 ഡെസിബലുമാണ്. ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. ചെവിക്ക് തകരാറുണ്ടാക്കുന്ന ശബ്ദം 120 ഡെസിബലിന് മുകളിലാണ്, അല്ലെങ്കിൽ 120 ഡെസിബലിന് മുകളിലുള്ള ശബ്ദം ചെവിക്ക് തകരാറുണ്ടാക്കുന്നു. എത്രയാണ്? 120 ഡെസിബലിന് മുകളിലുള്ള സൗണ്ട് ചെവിക്ക് തകരാറുണ്ടാക്കുന്നു. മനുഷ്യ ശബ്ദത്തിന്റെ ഉച്ചത 60 മുതൽ 65 ഡെസിബൽ വരെയാണ്. മനുഷ്യ ശബ്ദത്തിന്റെ ഉച്ചത 60 ഡെസിബൽ മുതൽ 65 ഡെസിബൽ വരെയാണ്. ശബ്ദത്തിന്റെ തീവ്രത അളക്കുന്ന ഉപകരണമാണ് ഓഡിയോമീറ്റർ. ശബ്ദത്തിന്റെ തീവ്രത അളക്കുന്ന ഉപകരണമാണ് ഓഡിയോമീറ്റർ. ശബ്ദ പരീക്ഷണങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഉപകരണമാണ് സോണോമീറ്റർ. എന്താണ്? ശബ്ദ പരീക്ഷണങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഉപകരണമാണ് സോണോമീറ്റർ. ജലാന്തർ ഭാഗത്തെ ശബ്ദങ്ങൾ രേഖപ്പെടുത്തുന്ന ഉപകരണമാണ് ഹൈഡ്രോഫോൺ. ഇതാണ് ജലാന്തർ ഭാഗത്തെ, അല്ലെങ്കിൽ ജലത്തിനടിയിലെ, വെള്ളത്തിനടിയിലെ ശബ്ദങ്ങൾ രേഖപ്പെടുത്തുന്ന ഉപകരണമാണ് ഹൈഡ്രോഫോൺ. കേൾവിക്കുറവുള്ളവർ ശബ്ദം വ്യക്തമായി കേൾക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഓഡിയോഫോൺ. കേൾവിക്കുറവുള്ളവർ ശബ്ദം വ്യക്തമായി കേൾക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഓഡിയോഫോൺ. നമുക്കറിയാം, പ്രായമായവരാണേലും അല്ലെങ്കിൽ കേൾവിക്കുറവുള്ള കുട്ടികളാണെങ്കിലും എല്ലാം എന്തുപയോഗിക്കാറുണ്ട്? ഓഡിയോഫോൺ ഉപയോഗിക്കാറുണ്ട്. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേര് അക്യൂസ്റ്റിക്സ്.
ശബ്ദത്തെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരെന്താണ്? അക്യൂസ്റ്റിക്സ്. ഇവിടെ ടൈപ്പിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. അക്യൂസ്റ്റിക്സ് എന്നാണ് ശബ്ദത്തെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേര്, അക്യൂസ്റ്റിക്സ്. ദ്രാവകങ്ങളിലൂടെയും വാതകങ്ങളിലൂടെയും ശബ്ദം കടന്നു പോകുമ്പോൾ പ്രവഹിക്കുന്ന തരംഗങ്ങളാണ് അനുദൈർഘ്യ തരംഗങ്ങൾ. ദ്രാവകങ്ങളിലൂടെയും വാതകങ്ങളിലൂടെയും ശബ്ദം കടന്നു പോകുമ്പോൾ പ്രവഹിക്കുന്ന തരംഗങ്ങളാണ് അനുദൈർഘ്യ തരംഗങ്ങൾ. നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നല്ലേ, ശബ്ദം സഞ്ചരിക്കുന്നത് ഏത് തരംഗരൂപത്തിലാണ്? അനുദൈർഘ്യ തരംഗരൂപത്തിലാണ്. ഏത് തരംഗങ്ങളായാണ് കട്ടിയുള്ള വസ്തുക്കളിലൂടെ ശബ്ദം കടന്നു പോകുന്നത്? അനുപ്രസ്ഥ അനുദൈർഘ്യ തരംഗങ്ങളായി. എന്താണ്? ഏത് തരംഗങ്ങളാണ് കട്ടിയുള്ള വസ്തുക്കളിലൂടെ ശബ്ദം കടന്നു പോകുന്നത്? ഏതു തരംഗങ്ങളായാണ് കട്ടിയുള്ള വസ്തുക്കളിലൂടെ ശബ്ദം കടന്നു പോകുന്നത്? എങ്ങനെയാണ്? അനുപ്രസ്ഥ അനുദൈർഘ്യ തരംഗങ്ങളായാണ്. അനുപ്രസ്ഥ അനുദൈർഘ്യ തരംഗങ്ങളായാണ്. ശബ്ദങ്ങൾ പൊതുവെ എന്തു തരംഗമാണ്? അനുദൈർഘ്യ തരംഗമാണ്. ശബ്ദം പൊതുവെ അനുദൈർഘ്യ തരംഗങ്ങളാണ്. ശബ്ദ മലിനീകരണം രേഖപ്പെടുത്തുന്ന യൂണിറ്റ് ഡെസിബൽ ആണ്. ശബ്ദ മലിനീകരണം രേഖപ്പെടുത്തുന്ന യൂണിറ്റ് ഏതാണ്? ഡെസിബൽ ആണ്. ശബ്ദം അളക്കാനുള്ള യൂണിറ്റ് ഹെർട്സ്. ശബ്ദം അളക്കാനുള്ള യൂണിറ്റ് ഹെർട്സ് ആണ്. അല്ലെങ്കിൽ ആവൃത്തി രേഖപ്പെടുത്താൻ നമ്മൾ പറഞ്ഞല്ലേ, ആവൃത്തിയുടെ യൂണിറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? ഹെർട്സ്. തടിയിലൂടെയുള്ള ശബ്ദത്തിന്റെ വേഗത 3850 മീറ്റർ/സെക്കൻഡ് ആണ്. തടിയിലൂടെയുള്ള ശബ്ദത്തിന്റെ വേഗത 3850 മീറ്റർ/സെക്കൻഡ് ആണ്. ഇരുമ്പിലൂടെയുള്ള ശബ്ദത്തിന്റെ വേഗത 5000 മീറ്റർ/സെക്കൻഡ് ആണ്. ഇരുമ്പിലൂടെയുള്ള ശബ്ദത്തിന്റെ വേഗത 5000 മീറ്റർ/സെക്കൻഡ് ആണ്. മനുഷ്യന്റെ ശ്രവണ പരിധി 20 ഹെർട്സിനും 20000 ഹെർട്സിനും ഇടയിലാണ്. മനുഷ്യന് കേൾക്കാവുന്ന മിതമായ ശബ്ദം 3000 ഹെർട്സിലുള്ള 0 ഡെസിബൽ ശബ്ദമാണ്. മനുഷ്യന് കേൾക്കാവുന്ന മിതമായ ശബ്ദം എന്ന് പറയുന്നത് 3000 ഹെർട്സിലുള്ള 0 ഡെസിബൽ ശബ്ദമാണ്. തടസ്സങ്ങൾ ഒഴിവാക്കാനും ഇരയെ പിടിക്കാനും ശബ്ദ തരംഗങ്ങൾ ഉപയോഗിക്കുന്ന ജീവികളാണ് വവ്വാല്, ഡോൾഫിൻ. തടസ്സങ്ങൾ ഒഴിവാക്കാനും ഇരയെ പിടിക്കാനും ശബ്ദ തരംഗങ്ങൾ ഉപയോഗിക്കുന്ന ജീവികളാണ് വവ്വാലും ഡോൾഫിനും. ശബ്ദ പ്രതിഫലനത്തിന്റെ മകുടോദാഹരണമായി അറിയപ്പെടുന്ന മർമ്മര മണ്ഡപം എവിടെയാണ്? എവിടെയാണ്? ലണ്ടനിലെ സെന്റ് പോൾ കത്തീഡ്രലിൽ. ലണ്ടനിലെ സെന്റ് പോൾ കത്തീഡ്രലിൽ. എന്താണ്? ശബ്ദ പ്രതിഫലനത്തിന്റെ മകുടോദാഹരണമായി അറിയപ്പെടുന്ന മർമ്മര മണ്ഡപം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ലണ്ടനിലെ സെന്റ് പോൾ കത്തീഡ്രൽ. ശബ്ദത്തിന്റെ ഗ്രാഫിക് ചിത്രീകരണത്തിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഓസിലോസ്കോപ്പ്. അതാണ് ശബ്ദത്തിന്റെ ഗ്രാഫിക് ചിത്രീകരണത്തിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഓസിലോസ്കോപ്പ്. ആന്തരിക അവയവങ്ങളുടെ നിരീക്ഷണത്തിനും ചിത്രമെടുക്കാനുമുള്ള സംവിധാനമാണ് അൾട്രാസൗണ്ട് സ്കാനിംഗ്. ആന്തരിക അവയവങ്ങളുടെ നിരീക്ഷണത്തിനും ചിത്രമെടുക്കാനുമുള്ള സംവിധാനമാണ് അൾട്രാസൗണ്ട് സ്കാനിംഗ്. ശബ്ദ പരീക്ഷണങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഉപകരണമാണ് സോണോമീറ്റർ. ശബ്ദ പരീക്ഷണങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഉപകരണമാണ് സോണോമീറ്റർ. എന്താണ്? ശബ്ദ പരീക്ഷണങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഉപകരണമാണ് സോണോമീറ്റർ. ശബ്ദം വിവിധ വസ്തുക്കളിൽ തട്ടി ആവർത്തിച്ചുണ്ടാകുന്ന പ്രതിഫലനം അറിയപ്പെടുന്നത് അനുരണനം. എന്താണ്? ശബ്ദം വിവിധ വസ്തുക്കളിൽ തട്ടി ആവർത്തിച്ചുണ്ടാകുന്ന പ്രതിഫലനം അറിയപ്പെടുന്നത് അനുരണനം. ഒരേ ഉച്ചതയിലും സ്ഥായിലുമുള്ള ശബ്ദങ്ങൾ രണ്ട് വ്യത്യസ്ത സംഗീതോപകരണങ്ങളിൽ നിന്നും പുറപ്പെടുമ്പോൾ അവയെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ശബ്ദത്തിന്റെ സവിശേഷതയാണ് ടിംബർ. എന്താണ്? ഒരേ ഉച്ചതയിലും സ്ഥായിലുമുള്ള ശബ്ദങ്ങൾ രണ്ട് വ്യത്യസ്ത സംഗീത ഉപകരണങ്ങളിൽ നിന്നും പുറപ്പെടുമ്പോൾ അവയെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ശബ്ദത്തിന്റെ സവിശേഷതയാണ് എന്ത്? ടിംബർ. പ്രതിധ്വനിയെക്കുറിച്ചുള്ള പഠനമാണ് കാറ്റക്കോസ്റ്റിക്സ്. എന്താണ്? പ്രതിധ്വനിയെക്കുറിച്ചുള്ള പഠനമാണ് കാറ്റക്കോസ്റ്റിക്സ്. പ്രതിധ്വനിയെക്കുറിച്ചുള്ള പഠനമാണ് കാറ്റക്കോസ്റ്റിക്സ്.
ശബ്ദം ശ്രവിച്ച് സെക്കൻഡിന്റെ 10 സമയത്തിനുള്ളിൽ അതേ ശബ്ദം ഒരു പ്രതലത്തെ തട്ടി പ്രതിഫലിച്ച് വീണ്ടും കേൾക്കുമ്പോൾ അതിനെ പറയുന്ന പേരാണ് പ്രതിധ്വനി അല്ലെങ്കിൽ എക്കോ. എന്താണ്? ശബ്ദം ശ്രവിച്ച് സെക്കൻഡിന്റെ 10 സമയത്തിനുള്ളിൽ അതേ ശബ്ദം ഒരു പ്രതലത്തിൽ തട്ടി പ്രതിഫലിച്ച് വീണ്ടും കേൾക്കുമ്പോൾ അതിനെ പറയുന്ന പേരാണ് പ്രതിധ്വനി അല്ലെങ്കിൽ എക്കോ. എന്താണ് ഡോപ്ലർ പ്രഭാവം? എന്താണ് ഡോപ്ലർ പ്രഭാവം? എന്താണ്? വിമാനത്തിന്റെയും അന്തർവാഹിനിയുടെയും വേഗത മനസ്സിലാക്കുന്ന ശബ്ദ പ്രതിഭാസമാണ് ഡോപ്ലർ പ്രഭാവം. വിമാനത്തിന്റെയും അന്തർവാഹിനിയുടെയും വേഗത മനസ്സിലാക്കുന്ന ശബ്ദ പ്രതിഭാസമാണ് ഡോപ്ലർ പ്രഭാവം. ഡോപ്ലർ പ്രഭാവം കണ്ടുപിടിച്ചത് ക്രിസ്റ്റ്യൻ ഡോപ്ലർ. ഡോപ്ലർ പ്രഭാവം കണ്ടുപിടിച്ചത് ക്രിസ്റ്റ്യൻ ഡോപ്ലർ. വാഹനത്തിന്റെ വേഗം അളക്കുന്ന ഉപകരണമാണ് സ്പീഡോമീറ്റർ. വാഹനത്തിന്റെ വേഗം അളക്കുന്ന ഉപകരണമാണ് സ്പീഡോമീറ്റർ. നായയുടെ ശ്രവണപരിധി 67 ഹെർട്സ് മുതൽ 45 കിലോ ഹെർട്സ് വരെയാണ്. അപ്പോൾ നായയുടെ ശ്രവണപരിധി 67 ഹെർട്സ് മുതൽ 45 കിലോ ഹെർട്സ് വരെയാണ്. വിമാനത്തിന്റെ വേഗത അളക്കുന്ന ഉപകരണമാണ് ടാക്കോമീറ്റർ. വിമാനത്തിന്റെ വേഗത അളക്കുന്ന ഉപകരണമാണ് ടാക്കോമീറ്റർ. താങ്ക് യു.